നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ ഇനിയും വെറും 20 ദിവസം. ഓക്കെ, പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോകുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നതുപോലെ മെയ് 22 റിസൾട്ട് വന്നു. അതാണ്ട് ഇത്രയും ദിവസങ്ങൾ നമ്മുടെ മാറി. 20 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ എന്ന് കമൻസ് ഇടാം. പഠിച്ച് തീർന്നോ, അല്ല തുടങ്ങിയതേ ഉള്ളൂ, സ്റ്റക്കായി പോകുന്നു, അങ്ങനെ ഒരുപാട് കമൻസ് ആയിരിക്കും വരുന്നത്. ഞങ്ങൾ പഠിച്ചു തുടങ്ങിയില്ല, അങ്ങനെ മാത്രം നിങ്ങൾ പറയാൻ പാടില്ല. പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് പറയാൻ പാടില്ല. കാരണം ഇപ്പം നമുക്ക് 20 ദിവസമുണ്ട്, ഒരു മാക്സിമം 10 ദിവസം മതിയായിരിക്കാം. എൻ്റെ വിശ്വാസത്തിൽ ഒരു 7 മുതൽ 10 ദിവസം മതി. എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് വെച്ച് ഡബിൾ പാസ് മാർക്ക് മേടിക്കാൻ മിനിമം 10 ദിവസം മതി. ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുക, ചിലപ്പോൾ ചിലരൊക്കെ രക്ഷാകർത്താക്കളെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കണം. ഞാൻ പറഞ്ഞു ഉറപ്പ്, പക്ഷേ ഒറ്റ കാര്യം, ഈ പറയുന്നത് അതുപോലെ പഠിക്കണം. പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പാണ്, ഒരു ടെൻഷൻ വേണ്ട. വീട്ടിലിരുന്ന് സുഖമായിട്ടിരുന്ന് പഠിച്ച് റിവൈസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോയി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ കണ്ട് നിങ്ങൾ ജയിച്ചിരിക്കണം. 20 ദിവസം എന്തിനാണ് എന്ന് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്താൽ 20 ദിവസത്തിൽ ഈ പറഞ്ഞൊരു 10 ദിവസം നിങ്ങൾ പഠിക്കാനെടുക്കുന്നു. ബാക്കി 10 ദിവസം ആ പഠിച്ചത് വീണ്ടും 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 റിവൈസ് ചെയ്യാൻ എടുക്കുന്ന സമയമായിരിക്കണം ബാക്കി 10 ദിവസം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക്, അതായത് ഡബിൾ പാസ് മാർക്ക്, നിങ്ങൾ പാസ് മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ മുകളിൽ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ പാസ് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡബിൾ പാസോ എത്ര മാർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. 60-ൽ നല്ല ടോപ്പ് മാർക്ക് മേടിക്കാം. കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ടോപ്പ് മാർക്ക് മേടിക്കാം. പക്ഷേ അതല്ല ഈ രീതിയിൽ തലേ ദിവസം വരെ നിങ്ങൾ പഠിക്കാനായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടത്തില്ല. ഇപ്പം കെമിസ്ട്രിയുടെ തലേദിവസം അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ തലേദിവസം ഞങ്ങളിരുന്ന് അന്ന് മുതലിരുന്ന് പഠിക്കാം, അത് സേക്ക് കിട്ടൂല. അത് 100% പേടിപ്പിക്കുന്നല്ല, അതൊരു ഫാക്റ്റാണ്. അത് റെഗുലർ പരീക്ഷ ആയിക്കോട്ടെ, എൻട്രൻസ് ആയിക്കോട്ടെ, ഏത് പരീക്ഷയുടെയും തൊട്ട് തലേ ദിവസം, 10ാം ക്ലാസ് പോട്ടെ, +1 +2 തൊട്ട് തലേ ദിവസം ആണെന്ന് പഠിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും പറ്റത്തില്ല. പിന്നെ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളിലൊന്ന് ഇതൊന്നും ഞങ്ങൾക്ക് കൺസെപ്റ്റുകളൊന്നുമില്ല, ബേസ് ഒന്നുമില്ല. ആ ബേസ് ഫുള്ള് പഠിപ്പിച്ച് നമുക്ക് കൺസെപ്റ്റ് മൊത്തം പഠിപ്പിച്ച് ഒരിക്കലും പറ്റത്തില്ല. കുറേ കാണാപ്പാടം പഠിക്കാനുള്ള കാരണം, കുറച്ച് നോട്ട്സ് സിമ്പിളായി കഴിഞ്ഞാൽ ഓക്കെയാണ്, കുറച്ച് ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളങ്ങ് കയറിപ്പോകും. അതിനകത്ത് സംശയം വേണ്ട, നിങ്ങൾ കയറിപ്പോകുന്നല്ല, നല്ല മാർക്ക് സ്കോർ ചെയ്യും. എന്നിട്ട് കഴിഞ്ഞ വർഷത്തേനെയും അനുമ്പലത്തെ വർഷത്തെ കുട്ടികളുമൊക്കെ തെളിയിച്ചത് അതങ്ങനെയാണ്. നമുക്ക് ജയിക്കണം, എനിക്ക് ഈ രീതിയിലൊക്കെ പോകണം. ഞാൻ ആ മെത്തേഡുകളായി പറഞ്ഞത്, അല്ല തൊട്ട് തലേ ദിവസം ഞങ്ങൾ പഠിക്കുന്നില്ല, ഇന്നിപ്പോൾ മഴയാണ്, ഇന്ന് കറണ്ടില്ല, നാളെ ആട്ടെ എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല നിങ്ങൾ. കാരണം ഒരു ദിവസം നിങ്ങൾക്കൊരു 4-5 മണിക്കൂർ പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 6 മണിക്കൂർ പഠിക്കാൻ പറ്റിയാൽ വലിയ കാര്യമാണ്. 6 മണിക്കൂർ പഠിക്കണം, 10 മണിക്കൂർ ഉറങ്ങിക്കൂ. പക്ഷെ 6 മണിക്കൂർ പഠിച്ച് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ ഈസിയായിട്ട് നല്ല മാർക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ ഡബിൾ പാസ് മാർക്ക് കിട്ടുന്നുള്ള സംശയം വേണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ചസ് എല്ലാം പലരും ചോദിക്കുന്നു സാറേ ഇനിയും അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഉറപ്പായിട്ട് ആദ്യമുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. ഏത് സബ്ജക്ട്സിൻ്റെ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ, ഏത് സബ്ജക്ട്സ് എന്ന് കൃത്യമായിട്ട് കൊടുത്താൽ മതി. എല്ലാ ദിവസവും ഇപ്പം മെസ്സേജസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പം മിക്കവാറുള്ള മെസ്സേജസിനെല്ലാം ഞാൻ ഒരു പരിധി വരെ ഞാൻ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 99, 100 ഞാൻ പറയുന്നില്ല, 99% റിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അന്നേരം മെസ്സേജിനെല്ലാം തിരിച്ച് റിപ്ലൈ കിട്ടും. അന്ന് തന്നെ ബാച്ചസിൽ ജോയിൻ ചെയ്യുക, ആദ്യമുള്ള എല്ലാ ക്ലാസ്സിലും കിട്ടും. ടെൻഷൻ വേണ്ടല്ലോ, ജയിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണെങ്കിൽ, നിങ്ങൾ പഠിക്കാനാണെങ്കിൽ ജയിക്കുമെന്നുള്ള ഉറപ്പാണെങ്കിൽ പിന്നെ എന്തിന് ടെൻഷൻ? അന്നേരം എല്ലാ രീതിയിലും ഈ 20 ദിവസം വളരെ ശ്രദ്ധയോടുകൂടി വളരെ കാര്യമായി പഠിക്കുക. എല്ലാ കുഞ്ഞുങ്ങളും കേരളത്തിൽ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.